ഗുഡ് മോർണിംഗ്. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പഴയ നാളുകൾ അനുസ്മരിക്കുവാനായി ഓണക്കാലം വന്നെത്തി. അതിൻ്റെ ചിങ്ങം 1-ാം തീയതി ഒരു ഐശ്വര്യമുള്ള ദിവസമായിട്ട് നമ്മളെല്ലാവരും കേരളക്കര എല്ലാവരും കാണുന്നു. ആ ഒരു ദിവസത്തിൽ മാജിക് ഫ്രെയിംസിൻ്റെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളതുകൊണ്ടിട്ടാണ് ഈ സൗത്ത് സ്റ്റുഡിയോയിൽ അറ്റ്മോസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കണമെന്ന് തോന്നിയത്. കാരണം എല്ലാത്തിലും ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഷർട്ട് കുറേ നാളായിട്ട് ഇട്ട് കഴിഞ്ഞ് അത് മാറിയിട്ട് നമ്മൾ പുതിയത് വാങ്ങും എന്ന് പറഞ്ഞ പോലെ ഇത്രയും നാളും സ്റ്റുഡിയോകളിൽ 5.1 7.1 ഒക്കെ ആയിരുന്നിരുന്നു. ഇപ്പോൾ എല്ലാ തിയേറ്ററുകളും നല്ല ഫെസിലിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം അറ്റ്മോസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ് നമ്മൾ സ്റ്റുഡിയോ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമില്ല. അത് ആ ഒരു തിയേറ്റർ ഫെസിലിറ്റിയും കൂടെ എല്ലായിടത്തും അറ്റ്മോസ് കണ്ടന്റ് കളിക്കാനുള്ള തിയേറ്ററും കൂടെ ഉണ്ടാവണം. ഇപ്പോഴാണ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും തന്നെ അറ്റ്മോസ് സൗകര്യത്തോടു കൂടിയാണ് എല്ലാവരും തിയേറ്റർ കൂടെ പണിയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗതിയിൽ സ്റ്റുഡിയോയിൽ എല്ലാം അറ്റ്മോസ് ചെയ്ത് കഴിഞ്ഞാലും തിയേറ്റർ അറ്റ്മോസ് അല്ലായിരിക്കും, 5.1 7.1 ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. രാജേഷൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ ആഗ്രഹമാണ് ഇപ്പോൾ സ്റ്റുഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇത് അറ്റ്മോസിലേക്ക് മാറ്റുക എന്നുള്ളത്. ഞാൻ സ്റ്റുഡിയോ എടുത്ത കാലഘട്ടം മുതൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അറ്റ്മോസ് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് തരുന്നില്ല ആക്ച്വലി. കാരണം ഇവര് വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ല ഉമേഷേ. പിന്നെ ഞാൻ കുറച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മള് മാക്സിമം തിയേറ്ററുകളെല്ലാം പണിയുന്നുണ്ട്, അവിടെ എല്ലായിടത്തും അറ്റ്മോസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ എറണാകുളത്താണെങ്കിൽ ഒരു അറ്റ്മോസേ ഉള്ളൂ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് ഇത് കൂടുന്നതിലല്ല അവർക്ക് കാര്യം. ഉള്ള അറ്റ്മോസ് കൊടുക്കുന്ന സ്റ്റുഡിയോയിലെല്ലാം മാക്സിമം വർക്ക് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇനി തിയേറ്ററിൽ ഒന്നും അറ്റ്മോസ് വെക്കത്തില്ല, ഞാൻ വേറെ പരിപാടിക്കൊക്കെ ഇവൻ പോവും എന്നൊക്കെ പറഞ്ഞ അവസാനമാണ് എനിക്ക് അറ്റ്മോസ് കിട്ടിയത്. അതുകൊണ്ടിട്ടാണ് രാജേഷൻ പറഞ്ഞത് ഈ അറ്റ്മോസിന്റെ ഈ സൗകര്യം വരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് രാജേഷൻ പറഞ്ഞത് അതുകൊണ്ടിട്ട് തന്നെയാണ്. വളരെയധികം സന്തോഷം. ഇന്ന് ഈ നല്ല ദിനത്തില് രാജാകൃഷ്ണന്റെ പ്രസൻസിൽ ഇത് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. കാരണം നിങ്ങൾക്കറിയാം 2 പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിച്ച വ്യക്തിയാണ് നമ്മുടെ ഇടയിലുള്ള രാജാകൃഷ്ണൻ. ഈ സ്റ്റുഡിയോ പോലെയുള്ള വർക്കുകളിൽ എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറയാണ് ഇവരെല്ലാം നിൽക്കാറുള്ളത്. കാരണം ബാക്കിയുള്ളവർക്ക് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ട് നമ്മൾ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രമുഖ ക്യാമറാമാൻമാരെയൊക്കെയാണ് നമുക്കറിയാവുന്നത്. കാരണം ഇവരെ പോലെയുള്ള ഇതുണ്ടോ, ആയിത്തേരനൊക്കെ സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ പോലും വരുന്നില്ല. ഇവരൊക്കെയാണ് ഈ വർക്കുകൾ ചെയ്യുന്നത് ബിഹൈൻഡ് ദ ക്യാമറ. അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഫൈനൽ വർക്കുകളിലായിട്ട് ഇവരുടെ ടേബിളിലേക്ക് വരുമ്പോഴാണ് ഇതൊരു പരിപൂർണ സിനിമയായിട്ട് മാറുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നപ്പോൾ മുതലാണ്